നല്ലൊരു സൺഡേ ആയിട്ട് എന്താ ഇന്നത്തെ പരിപാടി എന്നല്ലേ? അതെ, ഇന്ന് നല്ല അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് എന്താ പറയണ്ടേ, തിലോപ്പി, ഫിലോപ്പിയ അങ്ങനെ പല പേരുകളും പറയുന്നുണ്ടേ. അപ്പോൾ നിങ്ങളെ അവിടെയൊക്കെ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. 365 ദിവസം വെള്ളത്തിൽ കിടക്കുന്ന മീൻ പ്രത്യേകിച്ച് എന്നായി കുളിപ്പിക്കേണ്ടതെന്നായിരിക്കും. പക്ഷേ എന്നാലും നല്ല വൃത്തിയായി കണ്ടിച്ച് നല്ല വരയൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പന്മാരാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ ആ മീനെടുത്തിട്ട് പൊരിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഗ്യാസിൽ ഒരു മീനിനെടുത്ത് വെച്ചു. പിന്നെ ബാക്കി കുറച്ച് കലാപരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ മുറിക്കാനെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ചിരയുന്നുണ്ട്, ഉള്ളി മുറിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കലാപരിപാടികളുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ സമയം കളയാണ്ട് അടുപ്പത്തൊരു ഉരുളിയും വെച്ച് സവാള ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലേശം ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിനെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, പച്ചമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പൊടികൾ, അതായത് പൊടികളൊക്കെ കയ്യിൽ കിട്ടുന്നതൊക്കെ അങ്ങ് വാരി ഇട്ടോളൂന്നേ. മസാലയ്ക്ക് ആവശ്യമുള്ള പൊടികൾ ഏതാണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പിന്നെ ആവർത്തന വിരിച്ചത് ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ആദ്യത്തെ ലെയർ മസാലയിലോട്ട് നമ്മുടെ മീൻകുട്ടന്മാരെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മീൻ എടുത്ത് വെക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ വെച്ച പാത്രം ചെറുതായി പോയി എന്നുള്ളത്. പിന്നെ പാത്രം മാറ്റാനൊന്നും നമുക്ക് സമയമില്ല, അതിലപ്പുറം ക്ഷമയില്ല എന്ന് പറയുന്നതായിരിക്കും കാര്യം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാല അതിൻ്റെ രണ്ടാമത്തെ ലെയറായിട്ട്, അതായത് മീനിൻ്റെ മുകളിലോട്ടിട്ട് ലെയറാക്കി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത അടുപ്പിൽ നല്ല അടിപൊളി വെള്ളയപ്പം റെഡിയാകുന്നുണ്ട് കേട്ടോ. നല്ല പൂ പോലുള്ള വെള്ളയപ്പം എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, അത് തന്നെ. അപ്പോൾ നല്ല വെള്ളയപ്പം റെഡിയാകുന്നുണ്ട്. ഇനിയത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് വെച്ച് നല്ല അടിപൊളി തേങ്ങാപ്പാലാണ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇനി ലാഞ്ചുക എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ലാഞ്ചാൻ മാത്രമേ പാടുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുള്ളെന്നൊക്കെ വിട്ടു വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മുറിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് കരിയാപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അവസാനത്തെ പ്രോസസ്സിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മേലെ കൂടി ഇങ്ങനെ തൂവിക്കൊടുത്തു. പിന്നെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ എന്താ പറയട്ടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അവസാനത്തെ നമ്മുടെ ഈ സ്റ്റെപ്പായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് വിതറി കൊടുത്തതിന് ശേഷം നമ്മുടെ അടിപൊളി തിലോപ്പിയ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ പാത്രത്തിലേക്കാക്കി തട്ടാൻ തുടങ്ങി. ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റ് ട്രൈ ആണേ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി സാധനം. അപ്പോൾ വീണ്ടും വരേക്കും ബായ്.